എല്ലാവർക്കും നമസ്തേ. ഞങ്ങളിന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് ഞങ്ങൾ ഒഴിവുള്ള ദിവസമായതുകൊണ്ട് വൈൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ തിരക്ക് പിടിച്ച സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അതൊക്കെ കുറച്ച് ദിവസം മുമ്പേ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു വീര്യം കിട്ടും, കുടിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഞങ്ങൾ ആരെങ്കിലും വന്നു പറഞ്ഞാൽ ഞങ്ങൾക്കും കിട്ടും. എങ്ങനെയുണ്ടെന്ന് രുചി നോക്കി പറയണം. ഓക്കെ, അപ്പോൾ ഞങ്ങൾ തുടങ്ങാൻ പോവുക. ആദ്യം ഭരണി തുറക്കുക കേട്ടോ. ഒരു ആക്ച്വലി ഇത് വന്നിട്ട് ഒരു 10 ലിറ്റർ ഇതിനകത്ത് നമുക്ക് വയ്ക്കാം. അത്രയും വലുതാ സാധനം. ഇത് കറുത്ത മുന്തിരിയാണ്. ഓക്കെ, ഇപ്പൊ നല്ല വിലയാ. ഇത് നമ്മളിത് നല്ലോണം കഴുകി ചൂടുവെള്ളം തിളപ്പിച്ചിട്ട് അത് ആറാൻ വെച്ചതിന് ശേഷം എന്നിട്ട് ആ വെള്ളത്തിൽ ഈ മുന്തിരി എല്ലാം കഴുകിയെടുത്ത് ഉണക്കിയിട്ട് നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്ന വെള്ളമില്ല കേട്ടോ, എല്ലാം ഡ്രൈ ആയിരിക്കുന്നതാണ്. അപ്പോൾ ഇതെല്ലാം എടുത്ത് നമ്മൾ ഭരണിക്കകത്താക്കുക. ഓക്കെ, ആക്കിയിട്ട് നമുക്ക് ഇത് കയ്യിൽ തന്നെ എല്ലാം നല്ലോണം പിഴിഞ്ഞെടുക്കണം. നമ്മുടെ ഭാഷയിൽ എങ്ങനെ പറയാ, കയ്യിൽ തന്നെ കടഞ്ഞെടുക്കണം. കടഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ കൈ നല്ല വാഷ് ചെയ്യണം കേട്ടോ. നല്ല സോപ്പിട്ട് വാഷ് ചെയ്ത് പ്രത്യേകിച്ച് തുടയ്ക്കാൻ തുണി നമ്മൾ ഇതിൽ തന്നെ സെപ്പറേറ്റ് മാറ്റി വെക്കണം. എന്നിട്ട് നമ്മൾ ആ കൈ കൊണ്ട് വേണം ഈ മുന്തിരി എടുത്തിടാൻ. നമ്മൾ ഇത് ഉണ്ടാക്കുന്നുണ്ടല്ലോ നല്ല വൃത്തിയോടെ കൂടെ ഉണ്ടാക്കണം. അപ്പോഴോ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഭക്ഷണം കെടാതെ ഒത്തിരി മാസങ്ങൾ എടുത്ത് വെക്കാം. ഓക്കെ, ഇത് ഓഗസ്റ്റ് മാസമാണല്ലോ, ഇനിയുണ്ട് നമുക്ക് ഇത് വൈനായി വരാൻ. വെക്കുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് നല്ലൊരു വീര്യം കിട്ടും. നമ്മൾ കടയിൽ മേടിക്കുന്നതിനേക്കാളും വീട്ടിലുണ്ടാക്കുന്നത് ഏറ്റവും ബെറ്റർ. ഓരോന്ന് നമ്മൾ നോക്കി നോക്കി ചെയ്യാം. കഴുകി അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ തുടങ്ങാം. ഓക്കെ, കൈയിട്ടിട്ട് നല്ലോണം ഇതിന് മിക്സ് ചെയ്യാം. നല്ലോണം കടഞ്ഞെടുക്കാം കൈ കൊണ്ട്. നല്ല പിഴിഞ്ഞ് പറഞ്ഞാൽ അങ്ങനെ ഈ മുന്തിരി ഉണ്ടല്ലോ എല്ലാം ഉടഞ്ഞു പറഞ്ഞാൽ അതിൽ നമുക്കത് മുന്തിരി ചാറാവും. അത് ഉണ്ടാക്കുമ്പോൾ മരത്തിൻ്റെ ഒരു ഗന്ധകവും മരത്തിൻ്റെ ഒരു സൗരഭ്യവും അതിലുണ്ടാക്കുമ്പോണ്ടല്ലോ അതിലിരിക്കുന്ന നല്ല സത്തുക്കൾ നമ്മൾ കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് നല്ലതാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ വീട്ടിലല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ലൊരു ഭരണി എടുത്ത് എല്ലാം കഴുകി ചൂടുവെള്ളത്തിലായിരിക്കണം കേട്ടോ. എല്ലാം കഴുകി തുടച്ച് അത് ഉണക്കാൻ വെക്കണം. ഉണക്കാൻ വെച്ച ശേഷമാണ് നമ്മൾ ഇതെല്ലാം ചെയ്യേണ്ടത്. ഈ പ്രോസസ്സെല്ലാം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഒത്തിരി സമയമെടുത്ത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിഥിയായി കടന്നു വരുന്നവർക്കെല്ലാം കൊടുക്കുമ്പോൾ നല്ലതാണെന്ന് പറയാൻ ഒരു നല്ല വാക്കുകൾക്ക് കേൾക്കാൻ ഇടയാവും കേട്ടോ. നല്ല നമ്മളത് പിഴിഞ്ഞെടുത്തിട്ടാണ്. കൈ കുറച്ച് വലുതായതുകൊണ്ടേ നമുക്കത് ഉടയ്ക്കാൻ ബുദ്ധിമുട്ടില്ല. ഉടഞ്ഞാണ് ഒരു കൈപ്പിടി കേട്ടോ. ഇതിനകത്ത് ചേർക്കുക, അത്രയും മതി. പിന്നെ അടുത്തത് ഈസ്റ്റർ 2 ഗ്രാമാണ് കേട്ടോ. ഈസ്റ്റർ, പട്ട പിന്നെ ഏലക്ക, ക്രാമ്പ്, ഇത് നമ്മൾ അതിനകത്ത് ഇടണം കേട്ടോ. മുട്ട നമ്മൾ ഉടച്ചെടുത്തിട്ട് അതിൽ മഞ്ഞപ്പൊരി മാറ്റിയിട്ട് വെള്ളം അത് നല്ലോണം മിക്സിയിൽ അടിക്കുന്ന പോലെ കയ്യിൽ നല്ല സ്പൂൺ ഇട്ട് അടിച്ചിട്ട് ഇതുപോലെ നൊര വരുന്ന പോലെ ഉണ്ടാവും. ഇതെന്തിനാന്ന് പറഞ്ഞാൽ സാധനം ഈ പൊങ്ങാനും പിന്നെ ഉള്ളിലുള്ളതെല്ലാം നിരപ്പായി നല്ല തെളിഞ്ഞു വരാനാണ്. അപ്പോൾ ഇത് നമ്മൾ ഒഴിക്കുന്നത്. ഓക്കെ, അടുത്തത് എല്ലാം ഇട്ട് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ഇത് മരത്തിൻ്റെ ഈ കയ്യിൽ വെച്ചിട്ട് കൈ ഇടാൻ പാടില്ല. ഇത് വെച്ചിട്ട് നമ്മൾ നല്ല മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ല കലക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല മിക്സാവും. 21 ദിവസം നമ്മളിത് വെക്കേണ്ടതാണ്. ഓരോ ദിവസവും നമ്മൾക്ക് ഒഴിവുള്ള സമയമല്ല, ഇതിനൊരു സമയം നമ്മൾ ഒരുക്കി വെച്ചിട്ട് ആ സമയത്ത് കടന്നു വന്ന് ഒരു 60 സെക്കൻഡ്, അതായത് 1 മിനിറ്റ് നമ്മൾ ഈ കരണ്ടി വെച്ച് തന്നെ, വേറെ കരണ്ടി ഇടാൻ പാടില്ല, വേറെ കയ്യിലിടാൻ പാടില്ല, ഇത് തന്നെ ഉപയോഗിക്കണം. ഓക്കെ, ഇത് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ ചേർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 2 കിലോ മുന്തിരിക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് 18 ഗ്ലാസ് വെള്ളം ഒഴിച്ച്. ഇതിനകത്ത് ഇന്നെന്ന് പറഞ്ഞാൽ പഞ്ചസാര ഈ വെള്ളത്തിലിട്ട് നല്ല തിളപ്പിച്ചിട്ട് വെള്ളവും പഞ്ചസാര എല്ലാം വെള്ളം പോലെ ആയ ശേഷം ആറി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളത് ഒഴിക്കേണ്ടത്. ഇതാണോ, ഇത് പഞ്ചസാര വെള്ളമാണ് കേട്ടോ. അപ്പോൾ ഇത് ആറി കഴിഞ്ഞാൽ ഒഴിക്കേണ്ടത്. നല്ല തണുത്തതിന് ശേഷമായിട്ട് നമ്മളത് ഒഴിക്കണം. ഇളക്കി കൊടുക്കണം. ഇളക്കി നല്ലോണം ഇളക്കണം കേട്ടോ. ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, മിക്സ് ചെയ്ത് അതിന് ശേഷം നമ്മൾ ഇതിനെ അരയ്ക്കണം. കണ്ടോ, കളർ ഉണ്ടോ? ഇപ്പൊ തന്നെ കളർ വന്നില്ലേ? അത് ഇപ്പോഴല്ല, ഇതിന്റെ സമയം 21 ദിവസം ആവണം. അപ്പോഴാണ് ഇതിന് നല്ല സ്മെല്ല് വരും, നല്ല ഒരു എന്താ പറയുക, വീഞ്ഞിന്റെ ആ ഒരു വീര്യസത്ത് വരും. 21 ദിവസം കഴിഞ്ഞിട്ട് ഇതിന്റെ ബാക്കിയുള്ള വീഡിയോ ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് കാണിക്കുന്നതായിരിക്കും. ഇനി വെള്ള തുണി കൊണ്ട് നല്ലോണം ഇതിനകത്ത് മൂടി വെച്ചിട്ട്, വെള്ള തുണി ഇട്ടിട്ട് മൂടി വെച്ച് ഒരു ചെറിയൊരു കയറെടുക്കുക. കയറെടുത്ത് ഒന്ന് കെട്ടണം. ഓക്കെ, ഇതെങ്ങനെ കെട്ടണം, ഉറക്ക കെട്ടണം, കാറ്റ് പോകാൻ പാടില്ല. അതാണ് അതിൻ്റെ റീസൺ. ഓക്കെ, കാറ്റ് പോയി പറഞ്ഞാൽ അതിൻ്റെ ഉള്ള എന്താ പറയുക, നല്ല പുറത്തുനിന്ന് കാറ്റ് പോയിട്ട് പിന്നെ അത് വീര്യം കിട്ടില്ല, കുറഞ്ഞു പോകും. അതുകൊണ്ട് നമുക്ക് നല്ല മുറക്ക കെട്ടി വെക്കണം. ഓക്കെ, മൂടിയ ഇതിനകത്ത് വെച്ചേക്കാം. ഇതുള്ള സംഭവം ഇത്ര വലുതാണ്, 10 ലിറ്ററിൻ്റെ. നമ്മളിത് സൂര്യൻ പെടാത്ത സ്ഥലത്ത് വെക്കണം. അപ്പം നമ്മളിവിടെ കിച്ചണിലെ കബോർഡ് ഉണ്ടല്ലോ, ആ കബോർഡിനകത്ത് നമ്മളത് ക്ലീൻ ചെയ്ത് അതിനകത്ത് ഭദ്രമായി വെച്ചിരിക്കുന്നത്. ഇത് ഓരോ ദിവസവും വൈകിട്ടോ അല്ലെങ്കിൽ കാലത്തോ നമ്മൾ ഒരു സമയം ദിവസം
21 ദിവസം നമ്മൾ ചെയ്യണം. അപ്പോൾ 22ാമത്തെ ദിവസം ഇത് നല്ല വീഞ്ഞായിട്ട് നമുക്ക് നമ്മുടെ കൈ കിട്ടും. അപ്പോൾ ഇനി 21 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇപ്പോൾ നമ്മളത് അടച്ചു വെക്കാം. ഓക്കെ, ഇതിൻ്റെ ഡോറ് നമ്മൾ അടച്ചു വെക്കണം.